നമസ്കാരം മാഡം. ഇപ്പോൾ കൂടുതലും കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയമാരുടെ ക്രൂരതയാണ്. അതായത് കേരള സർക്കാരിന്റെ തന്നെ വനിതാ ശിശുക്ഷേമ സമിതി വകുപ്പിൽ ആയമാർ രണ്ടര വയസ്സുകാരിയോട് ചെയ്ത ക്രൂരത അത് നമുക്ക് മലയാളികൾ ആകെ വളരെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇവർ മുന്നും ഇതേ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ആയമാർക്ക് ഇത്രയും ഉപദ്രവങ്ങൾ ഈ കുട്ടികൾക്ക് ഇവർക്ക് ചെയ്തിട്ട് കൂടി ഇവരുടെ ഈ മർദ്ദനങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴാണ് പുറത്തു വന്നത്. അതായത് പുതിയൊരു ആയ ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ കുട്ടിയുടെ മുറിവൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആയമാർ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും മുമ്പേ ഈ ആയമാർ ഈ കുട്ടികളെ ഉപദ്രവിച്ച മർദ്ദനങ്ങൾ ആരും പുറത്തു പറയാതിരുന്നത്? തീർച്ചയായും അജന ചോദിച്ചത് ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വളരെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. വളരെയധികം കേരള സമൂഹം അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. അതിൽ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എത്രത്തോളം ഇതൊരു വലിയ ചർച്ചയാവുന്നുണ്ട്? കുറച്ച് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നതിനപ്പുറം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ സാംസ്കാരിക കേരളം അല്ലെങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ വിഷയങ്ങളിലും ചടുലതയോടുകൂടി സംസാരിക്കുന്ന സ്ത്രീപക്ഷവാദികളായിക്കോട്ടെ, അവരാരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കണ്ടതായി ഭാവിച്ചിട്ടില്ല. അത് നമ്മുടെ സാംസ്കാരികമായ മൗനം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിശുക്ഷേമ സമിതി എന്താണ് ഇപ്പൊ തികച്ചും 100% സർക്കാരിന് മാത്രം ചോദ്യം ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ സർക്കാരിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമായത് കൊണ്ടാണ് ഈ ഒരു തികഞ്ഞ നിശബ്ദത. കാരണം അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൊത്തം സിസ്റ്റം, ഇതിന്റെ പിന്നിലുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട് വരും എന്നുള്ള ഇതാണ്. അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം, ഈ ആയമാരെന്ന് പറയുമ്പോൾ അവരുടെ താൽക്കാലിക നിയമനമാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ആയമാരുടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി എന്തായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ മിക്കവാറും ഇടത് അടിമകൾ അല്ലെങ്കിൽ ഇടത് പ്രസ്ഥാനത്തിനൊപ്പം ജയ് വിളിച്ച് അല്ലെങ്കിൽ സിന്ദാബാ വിളിച്ച് നടന്നവർക്ക് പിൻവാതിൽ വഴി കയറിപ്പച്ചവരൊക്കെ ആയിരിക്കാം ഇത്. അപ്പം ശരിക്കും ഇത് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. പ്രത്യേകിച്ചും ശിശുക്ഷേമ സമിതി പോലെ ഒരു സ്ഥാപനത്തിൽ ആയമാരെ ജോലിക്കെടുക്കുമ്പോൾ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം ഇത് ആദ്യത്തെ സംഭവം, ഇതിപ്പോ അതിക്രൂരമായിട്ടുള്ളൊരു സംഭവം കുട്ടിക്ക് മറ്റൊരു ആയയിൽ നിന്ന് അറിഞ്ഞത് കൊണ്ടും നമ്മളിത് കേട്ടു. അതിനു മുമ്പ് തന്നെ വിവാദമായിട്ടുള്ള ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു വിവാദം, അത് ഷിജു ഖാനൊക്കെ ഇതായിട്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ശിശുക്ഷേമ സമിതി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ കുറെ ഇതുണ്ടല്ലോ, ഷെൽട്ടർ ഹോമുകൾ. നമുക്ക് കുറെ ഷെൽട്ടർ ഹോമുകളിൽ നിന്ന് കുട്ടികൾ ചാടിപ്പോകുന്ന വാർത്തകൾ അടിക്കടി നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും ഒന്നോ രണ്ടോ ദിവസത്തേക്കിന് അപ്പുറം മാധ്യമങ്ങളും സഡൻ ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ദുരൂഹതകൾ ഇതിന്റെ പിന്നിലൊക്കെ ഉണ്ടാവും. അപ്പം നിശബ്ദമായി ഇരിക്കണം എന്നുള്ളൊരു പോളിസി ഇവിടുത്തെ ഒരു സാംസ്കാരിക കേരളം പാലിക്കുന്നു. ഭീഷണി വല്ലതും ഉണ്ടായി കാണുമോ മാം? അല്ലെങ്കിൽ ഈ കുട്ടികളെ മർദ്ദിക്കുന്നത് മറ്റായമാർ പറഞ്ഞിട്ടുണ്ട്. ഈ ആയമാർ നേരത്തെയും ഇങ്ങനെ കുഞ്ഞുങ്ങളെ മർദ്ദിക്കുന്നത് സ്ഥിരം പതിവായിരുന്നു. അപ്പൊ അവിടെ ഒരു ഭീഷണി ഉണ്ടായി കാണത്തില്ലേ? ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ സത്യങ്ങളൊന്നും വെളിച്ചത്ത് വരരുത്, ഈ ആയമാരെ ഭീഷണിപ്പെടുത്തിയാലും ഇവർ ഇങ്ങനെ പുറത്തു വിടാതിരിക്കുമല്ലോ? തീർച്ചയായും ഭീഷണി ഉണ്ടാവുമല്ലോ. കാരണം അതുകൊണ്ടാണ് ഈ പുതിയൊരു ആയയിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഏറ്റവും നറുക്കം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലോചിച്ച് നോക്കണം, ആരുമില്ലാത്തൊരു കുഞ്ഞ് അല്ലെ, കേവലം 2.5 വയസ്സുള്ള കുഞ്ഞ് കിടക്കയിൽ മൂത്രം ഒഴിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യപ്പറ്റ് അല്ലെ, അതിന്റെ ഒരു തടിമ്പെങ്കിലും ഉള്ള ഒരു സ്ത്രീ വർഗത്തിലുള്ളവരാണോ ഇവരൊക്കെ? അതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ശരിക്കും ആലോചിച്ച് നോക്കൂ, എന്ത് ഇതിലാണ് ഒരു മനുഷ്യർക്ക് അങ്ങനെ തോന്നുമോ? ഇപ്പൊ അമ്മ ആവണമെന്നൊന്നുമില്ല, ഒരു മാതൃത്വം ആണെന്നൊന്നുമില്ല, ഒരു സ്ത്രീയായി ജനിച്ചാൽ അല്ലെങ്കിൽ കേവലം മനുഷ്യനായി ജനിച്ച ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കണമെങ്കിൽ അത് എന്താ പറയാ, ഒന്നുകിൽ നമ്മുടെ മനോനില അത്രയ്ക്കും സൈക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്കും എന്താ പറയാ ക്രൂരതയുടെ ഇതായിട്ടുള്ളതായിരിക്കണം ഒരു കുഞ്ഞിനല്ലേ. അപ്പൊ ഈ കുഞ്ഞിനെ എങ്ങനെ നോവിപ്പിക്കുന്നു എന്ന് പറയുന്നു, അത് നിരന്തരമായിട്ട് ചെയ്യുന്നു, കുഞ്ഞ് കരഞ്ഞിട്ടുണ്ട്, അപ്പം അത് റിപ്പീറ്റഡ് ആണ്. കുളിപ്പിച്ചപ്പോഴും കണ്ടാണ് ആയയുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ തോന്നി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാധാരണ ഒരു ചൈൽഡ് ഹോം അതുപോലെ അല്ല, ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ അവിടെ നമ്മൾ പറയും ഇത്തരം ഷെൽട്ടർ ഹോം അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയുടെ അമ്മ തൊട്ടിൽ കൊണ്ടുവരുന്ന കുട്ടി എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ കുഞ്ഞാണ്. മറ്റേതൊരു കുഞ്ഞിനേക്കാളും കിട്ടേണ്ട സംരക്ഷണം കിട്ടാൻ ബാധ്യതയുള്ള ഒരു കുഞ്ഞാണ് അവിടെ. കാരണം സ്റ്റേറ്റിന്റെ കുട്ടികളാണ് അല്ലെ, അവിടെ ഉള്ള എല്ലാവരും ഈ ഒരു സ്റ്റേറ്റിന്റെ. കാരണം ഈ ഒരു ശിശുക്ഷേമ സമിതി ആയിക്കോട്ടെ, ഇങ്ങനത്തെ ചൈൽഡ് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളായിക്കോട്ടെ, നമ്മുടെ നികുതി പണം നമ്മളും കൂടെ, ഞാനും നിങ്ങളും എല്ലാവരും നമ്മൾ പേ ചെയ്യുന്ന ടാക്സിന്റെ കൂടെ ഓഹരി എടുത്ത് സർക്കാർ നടത്തിക്കൊണ്ടു പോകുന്ന സ്ഥാപനങ്ങളാണ്. അപ്പം അവിടെ ജോലി ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ ശരിക്കും അവരെ നമ്മൾ ഏറ്റവും സുരക്ഷിതമായിട്ട് നോക്കേണ്ട ഒരു സ്ഥാപനമാണ് അല്ലെ. ഹോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സുരക്ഷിതം കൊടുക്കേണ്ട സ്ഥലത്താണ് ഈ ഒരു വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. സങ്കടപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഇത് കണ്ടിട്ടുള്ളൊരു തികഞ്ഞ നിശബ്ദത.
നമുക്ക് നോക്കാം, സാംസ്കാരിക കേരളമായിക്കോട്ടെ, എവിടെ നോക്കിക്കഴിഞ്ഞാലും ആരും ഞെട്ടിയിട്ടില്ല. നേരെ മറിച്ച് ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഒരു പ്രൈവറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തോ അതോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള അവർ നടത്തുന്നതോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാലോ അവിടെ ഉള്ളൊരു സ്ഥാപനത്തിലോ ആണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്താവുമായിരുന്നു? വിഷയം ആളിക്കത്തുമായിരുന്നു അല്ലെ? അപ്പൊ ഇത് ഇവിടെ മറയ്ക്കപ്പെടേണ്ട ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതായത് മറച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ഈ കേരളീയ പൊതുസമൂഹം ഒരു രീതിയിലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് മറിച്ച് സാംസ്കാരിക ലോകം നിശബ്ദമായിട്ടിരിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിന്റെ ഭരണ തലപ്പത്ത് പോലും ക്രിമിനൽ കേസിലുള്ള ഒരാളാണ് ഇരിക്കുന്നതെന്നും വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഞാൻ പറഞ്ഞത്, ഇതിപ്പോ അവിടെ ശിശുക്ഷേമ സമിതിയുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പം തലപ്പത്ത് ക്രിമിനൽ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഈ ഒരു സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർക്കാരിന് പൂർണ്ണ നിയന്ത്രണമാണ് ഈ ഒരു സ്ഥാപനത്തിന് മേലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ അറിഞ്ഞത് അവിടെ സഖാവിന്റെ മകള് അവിഹിതമായിട്ട് ഒരു കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞപ്പം ആ കുഞ്ഞിനെ രായ്ക്ക് രാമാനം അവിടെ ആക്കുന്നു. അത് കഴിഞ്ഞ് ആ കുഞ്ഞിനെ പല കൈമറിഞ്ഞ കുഞ്ഞ് അവിടെ പോയി ഒരു എന്താ പറയാ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു. അജിത്ത് ആ ഒരു സംഭവം നമ്മൾ കണ്ടതല്ലേ അല്ലെ? അപ്പോ സത്യത്തില് ശരിയാണ്, നോക്കുകുത്തികളാണ് ഇവിടുത്തെ എന്ത് നിയമങ്ങളും നോക്കുകുത്തികളാണ് ഇവിടുത്തെ വ്യവസ്ഥിതിക്ക് മുന്നിൽ. അല്ലെങ്കിൽ രാഷ്ട്രീയ എന്താ പറയാ ഒരു രാഷ്ട്രീയ അടിമകളായിട്ട് മാറിയ ആൾക്കാർ അവർ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളായിട്ട് മാറി ജനങ്ങൾക്ക് സംരക്ഷണം, കുട്ടികൾക്കൊക്കെ എനിക്ക് സങ്കടം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, വനിതാ മതിൽ കെട്ടിയ ബാലാവകാശ കമ്മീഷൻ അത് പറയുമ്പോൾ നമ്മൾ പറയണം കുഞ്ഞിന് ഡയപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് അല്ലെ, കൊടിയേരിയുടെ കുടുംബത്തിലേക്ക് ഓടി വന്ന ബാലാവകാശ കമ്മീഷനുള്ള കേരളമാണ്. ശിശു സൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിലാണ് അങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് മതിൽ കെട്ടാനും എല്ലാത്തിനും മുന്നിൽ നിന്ന്. അപ്പൊ ശിശു സൗഹാർദ്ദമുള്ള ഒരു സംസ്ഥാനത്ത്, അതും തലസ്ഥാന നഗരിയില് അമ്മത്തൊട്ടിൽ അവിടെ അതായത് നമ്മൾ പറയും കുട്ടികളെ അവിടെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നു എന്ന്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ വെളിയിൽ വന്നു. അപ്പം ആലോചിച്ച് നോക്കൂ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്. അതെ, വേറെയും പ്രതികൾ അപ്പൊ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല. ഈ ആയമാരെ തന്നെ വേറെയും പ്രതികൾ കാണത്തില്ലേ കുട്ടികളെ ഉപദ്രവിക്കുന്നത്? ഇതുപോലെ എത്ര ആയമാര് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോഴും അവിടെ ഉള്ള ആയമാരെല്ലാവരും കുട്ടികളെ പൊന്നുപോലെ അമ്മ പോലെ. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നു കേട്ടോ. ഇത് പറയുമ്പോൾ തന്നെയാണ് ഇതേപോലെ ഒരു ശിശുക്ഷേമ സമിതിയിലെ ഒരു ഷഫീഖ് എന്ന് പറഞ്ഞ കുട്ടീനെ, ആ കുട്ടിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് മുതിർന്നിട്ടുണ്ടാവും, ആ കുട്ടീനെ അമ്മയെ പോലെ പരിചരിക്കുന്ന ഒരു അവരെ വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടാനമ്മ ഉപദ്രവിച്ച് ഭയങ്കര മൊത്തത്തിൽ തളർന്നു പോയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2014 തോന്നുന്നത്. മീരാസൊക്കെ വളരെ ഞെട്ടിയിട്ടുണ്ട്. ആ കുട്ടീനെ അടിച്ച് ഒരു ശരീരമൊക്കെ ഇതായിട്ട് അവസാനം സർക്കാർ, അത് എനിക്ക് തോന്നുന്നുണ്ട് അത് അന്ന് കൂടുതലും അതിന് മുന്നിൽ നിന്നത് മുനീർ സാറൊക്കെ ആയിരുന്നു കേട്ടോ. അവരൊക്കെയാണ് ആ കുട്ടീനെ കൊണ്ടുവന്ന് സംരക്ഷണം ഒക്കെ നടത്തി. ആ കുട്ടിക്ക് വേണ്ടി അന്ന് തൊട്ട് നിൽക്കുന്ന ഒരു ആയയുണ്ട്. അതും ഒരു ഇതാണ് ആലോചിച്ചു. കാരണം മാതൃത്വത്തിന്റെ പല ആ ഫീലാണ്. അതായത് ഞാൻ അമ്മയാവണമെന്നൊന്നുമില്ല ആ ഫീല് വരാൻ അല്ലെ, അമ്മ അല്ലാത്ത എത്രയോ പേർക്ക്. പക്ഷെ ഇത് ആയമാരെന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇടത് അടിമകളായിട്ടുള്ള സഖാത്തികളായിരിക്കാം പിൻവാതിൽ വഴി. നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഈ താൽക്കാലിക ഒഴിവെന്നുള്ള പറഞ്ഞ രീതിയിൽ കയറിയിട്ടുള്ളവരെല്ലാവരും നോക്കിക്കൊഴിയുമ്പം അച്ഛനക്ക് മനസ്സിലാകും അത് ഇവര് മാത്രമല്ല കേട്ടോ. ഇനി ഈ സർക്കാരുമാരെ അടുത്ത സർക്കാർ വന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഉള്ളവരെ തീർച്ചയായും. അപ്പൊ അവർക്ക് കൊടി പിടിക്കണം, അവർക്ക് അങ്ങനെ ഒരു വ്യവസ്ഥിതി കുത്തഴിഞ്ഞു. എല്ലാത്തിലും രാഷ്ട്രീയ ധ്രുവീകരണം സംഭവിച്ചു കഴിഞ്ഞു. ഇനി എവിടെ നിന്ന് മാറാനാണ്? അതെ, പിന്നീട് ഇനി ഇവരെ അറസ്റ്റ് ചെയ്തിട്ടും ഇനി ഇവരെ വീണ്ടും ഈ പിൻവാതിൽ നിയമനത്തിലൂടെ ശിശുക്ഷേമ സമിതി തന്നെ കയറ്റുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ലല്ലോ. മേ ബി ശിശുക്ഷേമ സമിതിയിലായിരിക്കില്ല, മറ്റ് ഇതിലേക്കാകും. അതാണല്ലോ കേരളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.